ഇന്നൊരു അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് കാപ്പിൽ ബീച്ചിലാണ്. കാപ്പിൽ ബീച്ചിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയേണ്ട. അപ്പോൾ സ്റ്റേ ട്യൂൺ ടിൽ ദ എൻഡ്. ഓക്കെ, ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയില്ല, അതിനു മുമ്പേ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വർക്കല ബീച്ചിലെത്താൻ വേണ്ടി. പോകുന്ന വഴി ഒരുപാട് യാത്രകളും കാഴ്ചകളും ഉണ്ടായിരുന്നു കേട്ടോ. മുതലപ്പുഴ ബീച്ച് കേട്ടിട്ടുണ്ടോ? ശരിക്കും അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. എനിക്ക് പോകുന്ന വഴിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയായിരുന്നു. പിന്നെ 5 തെങ്ങ് ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ മുതലപ്പുഴ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് വൈബ് അടിക്കാൻ കിടിലമാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ വൈബ് അടിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് 5 തെങ്ങ് ഫോട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയേ ഉള്ളൂ, കയറാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് ഇവിടെ എത്തുമ്പോൾ നല്ല വൈകും, അതുകൊണ്ട് ബീച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഈ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ വേർ ദ സീ വാട്ടർ ആൻഡ് ബാക്ക് വാട്ടേഴ്സ് മീറ്റ്, അതായത് കടലും കായലും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ശരിക്കും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കടൽ ഒരു വശത്ത് കായൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് എൻ്റെ ദൈവമേ, എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയെന്ന് പറഞ്ഞാൽ മുക്കിനും ബൺ മസ്കി ഇറാനി ചായ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു സ്പോട്ടൊക്കെ സെലക്ട് ചെയ്ത് പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ബൺ മസ്ക. കാരണം ഇവിടെ അത്യാവശ്യം ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിയുമ്പോഴാണ് ബൺ മസ്കയെ കാട്ടി ഞങ്ങൾ അട്രാക്ട് ചെയ്ത ഒരു സാധനമാണ് പ്രീമിയർ പത്മിനി പോലുള്ള ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് വന്നിട്ട് വച്ചിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു 100 കളക്ഷൻ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. സോ ഹീ ബോട്ട് സം വെഹിക്കിൾസ്, അല്ലെങ്കിൽ കാർ വാങ്ങിച്ചു എന്ന് പറയാം. പിന്നെ നേരെ നമ്മൾ ബൺ മസ്കി ഇറാനി ചായയിലോട്ട് പോയി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം റീൽസിലൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ എങ്ങനെയാണ്, കൊള്ളാമോ, എല്ലാവരും ഈ ഭയങ്കര ഹൈപ്പിൽ പറയുന്നുണ്ട് കൊള്ളാമോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാതെ പോകുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചു ഇവിടെയാണ് കഴിച്ചത്. കഴിച്ചപ്പോഴത്തേക്ക് സംഭവം വർത്ത് ഓഫ് മണിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ബിക്കോസ് ഇറാനി ചായ പ്ലസ് നമ്മുടെ ഈ ബൺ മസ്ക വന്നിട്ട് 50 റുപ്പീസാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഈ ബൺ മസ്ക വന്നിട്ട് വളരെ ചെറിയ ബണ്ണാണ്, പക്ഷേ അതിൻ്റെ ക്രീമിൻ്റെ ടെക്സ്ചർ പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചായ ഡിപ്പ് ചെയ്തൊക്കെ കഴിച്ചു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ആ ഒരു പ്ലേസിൽ നമുക്ക് ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ചിരിക്കാൻ തന്നെ ഒരു വൈബാണ്. ഓഫ്, കാറ് കിട്ടിയാൽ പിന്നെ ബീച്ച് വേണ്ട, ഒന്നും വേണ്ട എന്നൊരു മെൻറ്റാലിറ്റി ഒന്നും. ഞാനതുകൊണ്ട് ബീച്ചിൽ പോകാം, വേഗം വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് പോയപ്പോഴുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ കാലാവസ്ഥയൊക്കെ പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ, കായലും കരയും. അതായത് ആ കല്ലൊക്കെ ഇട്ടിക്കുന്നതിൻ്റെ അപ്പുറത്ത് കടലാണ്, ആൻഡ് ഇപ്പുറത്ത് വന്നിട്ട് കായലാണ് കേട്ടോ, ഇടയ്ക്ക് കരയും. അപ്പോൾ സാറ് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പട്ടി സാറ് കിടന്ന് സുഖം ഉറക്കമായിരുന്നു. എന്നാൽ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ കടലിലേക്ക് ഇറങ്ങി. എനിക്ക് കടൽ പണ്ട് തൊട്ടേ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും എനിക്കറിയാം, കടൽ കണ്ടാൽ നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു കുട്ടി ഉണരും എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? ആണോ? എനിക്കറിയില്ല. എനിവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ടൈം പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ശംഖ്, പിന്നെ നമ്മുടെ മുത്ത്, നല്ല കല്ലുകൾ, അതൊക്കെ കടലിൽ നിന്ന് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഇനി കുറേ സമയം നിന്ന് കേട്ടോ. കുറേ സമയം എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചടിച്ച് എൻ്റെ ഡ്രസ്സെല്ലാം ഏകദേശം നനഞ്ഞ് പരുവായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും എന്തായാലും എനിക്ക് ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ അത്. അപ്പം കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരുള്ളപ്പോഴത്തേക്ക് പറയണ്ടല്ലോ, നമുക്കതിൻ്റെ ഒരു ത്രില്ലും കൂടും. ആൾ കൂടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നതിനെക്കാട്ടിലും ബീച്ചിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ആളുള്ളത് തന്നെയാണ് ഭംഗിയായിട്ട്. ഒടുവിൽ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് ഒരു കുഞ്ഞു സാധനം കിട്ടി കേട്ടോ. പക്ഷെ അതിനകത്ത് ആളുണ്ടായിരുന്നു. കാരണം ഞാൻ കയ്യിലെടുത്തതും നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനെ എടുത്തിട്ട് അതുപോലെ തിരിച്ചു വിട്ടു. പിന്നെ രണ്ടാമത് എനിക്കൊരു കുഞ്ഞ് കിട്ടി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞ് ഒരു സാധനങ്ങളും കിട്ടിയല്ലോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കടലിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ആക്രിപ്പിക്രി സാധനങ്ങൾ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ പോയി. പിന്നെ കടലിന് നമ്മൾ ഒത്തിരി സമയം നിന്നുകൊണ്ട് പിന്നെ കായലിലേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നമുക്ക് കടലിൽ ഇറങ്ങിയിട്ട് നമ്മുടെ കാല് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അന്വേഷിച്ച് നടക്കൂല. വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ കായലിലോട്ട് ഇറങ്ങി നമ്മുടെ കാലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി, അതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ എങ്ങനെയും ഉലാത്തി നമുക്ക് നടക്കാൻ നല്ല രസമാണ്. എന്തായാലും നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ
യു മസ്റ്റ് ഗോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ യു മസ്റ്റ് ട്രൈ ദിസ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര നമുക്ക് എന്താ തോന്നുകയെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി ഫ്രഷപ്പായ ഒരു ഫീല് തോന്നും കേട്ടോ. എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി മൂഡിലായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. ബൈ.